സ്പൈസ് ജെറ്റിനെ സംബന്ധിച്ചിടത്തോളമാണ്. കമ്പനിയുടെ ഒന്നാം പാദഫലം വന്നിരിക്കുന്നു. ഒരു മികച്ച ഒരു പാദഫലം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്പൈസ് ജെറ്റിന് സാധിക്കുന്നില്ല. ഇയർ ഓൺ ഇയറിൽ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ പാദത്തിൽ 158.3 കോടി രൂപയുടെ ലാഭത്തിൽ നിന്നിരുന്ന ഒരു കമ്പനി ഈ പാദത്തിലേക്ക് വരുമ്പോൾ 233.8 കോടി രൂപയുടെ ഒരു നഷ്ടത്തിലേക്ക് വീഴുന്ന ഒരു കാഴ്ച. വരുമാനം പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 34.4% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 1120 കോടി രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് സ്പൈസ് ജെറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വരുമാനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്. നിലവിലെ ഈ ഒരു ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു വാർത്തയും മറ്റുമൊക്കെ തുടർന്നിട്ട് ഈ ഒരു ഓഹരിയുടെ ഒരു ട്രേഡിംഗ് എങ്ങനെയാണ് വിഷ്ണു നടക്കുന്നത്? നിഖിൽ, ഏതായാലും നമ്മൾ ഒരു സ്പൈസ് ജെറ്റിൻ്റെ ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നത്തെ ഒരു ട്രേഡിംഗ് നമ്മൾ ആദ്യം നോക്കുമ്പോൾ തന്നെ 1% അല്ലെങ്കിൽ 1.5% ഇടിവ് രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ സ്പൈസ് ജെറ്റിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഒരു മന്ത്ലി ട്രേഡിംഗ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നത് കഴിഞ്ഞ കുറച്ച് മന്തുകളായിട്ടൊരു ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. എസ്പെഷ്യലി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു 2024 ഒക്ടോബറിന് ശേഷം ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാര്യമായൊരു നേട്ടമൊന്നും സ്റ്റോക്ക് പിന്നീട് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഏതായാലും സ്റ്റോക്കിൻ്റെ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. ഇനി ഒരു സപ്പോർട്ട് എന്ന നിലയിൽ സ്റ്റോക്കിൽ നമുക്ക് അടുത്തതായിട്ട് കാണുന്നത് 32 എന്നൊരു പ്രൈസിലാണ് ഒരു സപ്പോർട്ട് ഉള്ളത്. പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഏകദേശം 31 എന്നൊരു പ്രൈസിലും ഇപ്പോൾ ഒരു സപ്പോർട്ട് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായതാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ റെസിസ്റ്റൻസിലോട്ട് വരുമ്പോൾ 39 എന്നൊരു പ്രൈസാണ് ആദ്യ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 41 എന്നൊരു പ്രൈസും ഇപ്പോൾ റെസിസ്റ്റൻസ് ആയി ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ ആക്ട് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ബെയറിഷ് ഒരു ടെൻഡൻസിയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിൽ നിലവിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ ചാർട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നില്ല.